എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തോണികളെ, നമ്മുടെ SLC ക്രിസ്മസ് പരീക്ഷയിലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. ഈ കഥാപാത്ര നിരൂപണത്തിൽ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ടല്ലോ മക്കളെ. ആരൊക്കെയാണ്? KU നായർ, എഴുത്തുകാരൻ. ഈ KU നായർ, എഴുത്തുകാരൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ പഠിക്കാതെ നമുക്ക് ഈ പരീക്ഷയിലേക്ക് കടന്നു പോകാൻ പറ്റില്ല എന്നതാണ് സത്യാവസ്ഥ. അല്ലെ, നമുക്കറിയാം കഥാപാത്ര നിരൂപണം ഉറപ്പായും വരുന്ന ചോദ്യമാണ്. പക്ഷേ അതിലേതൊക്കെ കഥാപാത്രങ്ങളാണ് വരാൻ സാധ്യത എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ആനന്ദാസുക്കളിലെ ജോസ് നമുക്ക് പഠിക്കേണ്ട ഒരു കഥാപാത്ര നിരൂപണത്തിൽ വരുന്ന ഒരു പ്രാധാന്യമുള്ള ചോദ്യമാണ്. പിന്നെ ഇതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല, നൂർ മുഹമ്മദും പിന്നെ ആരുടെ പെൺകുട്ടിയും. അതേപോലെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് KU നായരും എഴുത്തുകാരനും. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ KU നായരുടെയും എഴുത്തുകാരൻ്റെയും കഥാപാത്ര നിരൂപണം സെറ്റാക്കി പഠിക്കാൻ പോവുകയാണ്. ഇപ്പം എങ്ങനെയായിരിക്കും ചോദ്യം വരിക? ഡയറക്റ്റ് ചോദ്യം വരുമെന്നില്ല. KU നായർ കഥാപാത്ര നിരൂപണം എഴുതുക, അല്ലെങ്കിൽ എഴുത്തുകാരൻ കഥാപാത്ര നിരൂപണം എഴുതുക, അങ്ങനെയല്ല. ചില രണ്ട് കഥാപാത്രങ്ങളെയും വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടും എഴുതാൻ ചോദ്യം വരും. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട രണ്ട് കഥാപാത്രങ്ങളുടെ പ്രത്യേകതയും പഠിച്ചിരിക്കേണ്ട മക്കളെ, പഠിച്ചിരിക്കണം അല്ലേ? നോക്കാം. ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? എനിക്ക് തൃപ്തിയായി. ഇത് നമ്മുടെ എഴുത്തുകാരൻ്റെ വാക്കുകളാണ് അല്ലെ. ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത് ഈ കാട് നിറഞ്ഞ പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും തൃപ്തിയും ഉണ്ടായിരുന്നു അല്ലെ. പ്രകൃതിയിൽ ഇണങ്ങിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ വരികളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ രണ്ടാമത് ഈ KU നായർ പറയുന്ന വരികൾ എന്താണ് മക്കളെ? വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട വേണ്ട. സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അല്ലേ. രണ്ട് കഥാപാത്രങ്ങളെയും താരതമ്യം ചെയ്ത് നിരീക്ഷണങ്ങൾ, രണ്ട് കഥാപാത്രങ്ങളുടെയും കഥാപാത്ര നിരൂപണം, സ്വഭാവ സവിശേഷത എന്നായിരിക്കും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ KU നായർ, എഴുത്തുകാരൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളിൽ പെട്ടെന്നൊന്ന് പഠിക്കാം. ഓക്കെ. T പത്മനാഭൻ്റെ അതിസുന്ദരമായ കഥയായ മണ്ണും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം പ്രതിഫലിപ്പിക്കുന്നു അല്ലേ. T പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് എഴുത്തുകാരനും KU നായരും. ഈ കഥയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം പ്രതിഫലിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് കഥയിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആമുഖമായിട്ട് കഥാകാരൻ്റെ പേരും കഥയുടെ പേരും ആ കഥയിൽ പരാമർശിക്കുന്ന കാര്യവും നിങ്ങൾ തുടക്കം തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ആ കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. കഥാകൃത്ത് കൊച്ചിയിലെ ജോലിയിൽ നിന്നും വിരമിച്ച് സ്വന്തം രമ്യമനുസരിച്ച് വലിയ പറമ്പും അതിലെ വീടും വാങ്ങുന്നു അല്ലേ. നമ്മുടെ കഥാകാരൻ, എഴുത്തുകാരൻ കൊച്ചിയിലെ തൻ്റെ ജോലിയിൽ നിന്നും വിരമിച്ച് റിട്ടയർ ചെയ്ത് ഈ നാട്ടിൽ വന്നിട്ട് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് ചെറിയൊരു വീടൊക്കെ വെച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് മരങ്ങളൊക്കെ കണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ നൂർന്നു വരുന്ന ആ ഇളം കാറ്റൊക്കെ കൊണ്ട് ആസ്വദിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ എഴുത്തുകാരൻ മാറുന്നു. കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത സമനിരപ്പായ സ്ഥലം, പ്രശാന്തിയും നൈസർഗിക സൗന്ദര്യവും സമ്മേളിക്കുന്ന വിശാലമായ പറമ്പും വീടും. മെയിൻ റോഡിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ വീട്ടിലെത്താം അല്ലേ. വിശാലമായ സ്ഥലത്താണ് ജീവിക്കുന്നത്. അത്രയും പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് സുന്ദരമായ കാഴ്ചകൾ കണ്ട് മനോഹരമായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ എഴുത്തുകാരൻ മാറുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പ്രകൃതി സ്നേഹിയാണ്, പിന്നെ പണത്തിനോട് വലിയ അത്യാർത്തിയില്ല, ആഡംബരതയോട് വലിയ ഭ്രമമില്ല, സിമ്പിളായിട്ട് ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അല്ലെ. ഹോട്ടലിൽ നിന്നാണ് ആര് ഫുഡ് കഴിക്കുന്നത്? ഹോട്ടലിലെ കുക്കിനെ വിളിച്ചിട്ടാണ് നമ്മുടെ KU നായർ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ എഴുത്തുകാരൻ എന്താ ചെയ്യുന്നത്? തൻ്റെ നാടൻ ഭക്ഷണ രീതി, കഞ്ഞിയും പയറുപ്പേരിയും പിന്നെന്താണ് കടുമാങ്ങ അച്ചാറൊക്കെ കൂട്ടി പ്രകൃതിയോട് ഇണങ്ങി പുസ്തകങ്ങൾ വായിച്ച് സന്ധ്യാസമയത്ത് സായാഹ്നത്ത് അസ്തമയ സൂര്യനെ നോക്കി പുറത്തിരിക്കുന്ന എഴുത്തുകാരൻ കഥയിൽ പ്രകൃതി സ്നേഹിയുടെ ചിത്രമടങ്ങുന്ന ഒരു കഥാപാത്രമായി മാറുന്നു. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല, തികച്ചും ശാന്തം. ഇതൊക്കെയായിരുന്നു ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ കഥാകൃത്തിനെ പ്രേരിപ്പിച്ചത്. അവിടെ ഓരോ ദിനവും ആഹ്ലാദത്തോടെ ചെലവഴിച്ചു.
പ്രകൃതിയുടെ ശാന്തതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ മാറുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രകൃതിയിൽ നിന്നും വിട്ടുപോകുന്ന ആൾക്കാർക്കിടയിലല്ല, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാർക്കിടയിലെ ഒരു വലിയ പ്രതീകമായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് ആര്? നമ്മുടെ എഴുത്തുകാരൻ. പിന്നെയോ കഥാകൃത്ത് സ്വന്തമായി ആഹാരം തയ്യാറാക്കി കഴിച്ചും പുസ്തകങ്ങൾ വായിച്ചും പ്രകൃതിയോടിണങ്ങി സമാധാനത്തോടെ ജീവിക്കുന്നു. അത് സ്വന്തമായി ആഹാരങ്ങൾ ഉണ്ടാക്കിയാണ്. അതും എത്തരത്തിലുള്ള ആഹാരമാണ്? നാടൻ ഭക്ഷണം, കഞ്ഞിയും പയറും കടുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി പുസ്തകങ്ങളൊക്കെ വായിച്ച് പ്രകൃതിയോട് ഇണങ്ങി സമാധാനത്തോടെ ജീവിക്കുന്ന കഥാപാത്രമാണ് എഴുത്തുകാരൻ. കവിതകൾ വായിച്ച് ആസ്വദിച്ചും ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ചും പ്രകൃതിയിലെ വർണ്ണവൈവിധ്യങ്ങൾ ആസ്വദിച്ചും ജീവിതം ആനന്ദഭരിതമാക്കുന്നു. പ്രകൃതിയെ ലഹരിയാക്കിക്കൊണ്ട് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് കടന്നു പോകുന്ന കഥാപാത്രമായി എഴുത്തുകാരൻ മാറുന്നുണ്ട്. ശുഭചിന്തയും ശുഭപ്രതീക്ഷയും വെച്ച് പുലർത്തുന്ന പ്രകൃതിയിലെ പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളുമായി ഇണങ്ങി തമ്മിൽ ലയിക്കുന്നു. അതായത് പ്രകൃതിയിൽ ഇണങ്ങിയും പ്രകൃതിയുടെ ജീവജാലങ്ങളുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചും ജീവിക്കുന്ന ഒരു ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മുടെ എഴുത്തുകാരൻ. അതാണ് കഥാപാത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത. കൊച്ചി നഗരത്തിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കാലം സ്വന്തം നാട്ടിൽ ജീവിതം നയിക്കാൻ കഥാകാരൻ തീരുമാനിക്കുന്നു. ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ അതിന് പറ്റിയ ഭൂമി കണ്ടെത്തി വീടും വാങ്ങി സമാധാന ജീവിതം നയിക്കുന്നു. കൊച്ചി നഗരത്തിൻ്റെ പാരുഷ്യങ്ങൾ ഒന്നും എത്തി നോക്കാത്ത സ്വപ്നഭൂമി. ജീവിതം എത്ര സുന്ദരം അല്ലേ? ജീവിതം എത്ര സുന്ദരമായിട്ട് അദ്ദേഹം ആഘോഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിരമിച്ച് ആ കൊച്ചിയിലെ തിരക്കിൽ നിന്നും ആ ബഹളത്തിൽ നിന്നും വലിയ ശബ്ദ കോലാഹലത്തിൽ നിന്നും മാറി നിന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കഥാപാത്രമായി എഴുത്തുകാരൻ മാറുന്നു. എന്നാൽ നമ്മുടെ എഴുത്തുകാരൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കഥാപാത്രം ആരാ മക്കളെ? നമ്മുടെ കെ.യു. നായർ. ഇനി കെ.യു. നായരെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? കഥാകൃത്തിൻ്റെ അയൽവാസിയായി വിദേശ മലയാളി കെ.യു. നായർ ബഹുനില മന്ദിരം നിർമ്മിച്ച് താമസം ആരംഭിച്ചു. ബഹുനില മന്ദിരം, വലിയ ബംഗ്ലാവ് നിർമ്മിക്കുന്ന കഥാപാത്രമായി, പണത്തിൻ്റെ കൊഴുപ്പുള്ള ആഡംബരത്തോട് മതിഭ്രമമുള്ള കഥാപാത്രമായി ആര് മാറുന്നു? കെ.യു. നായർ മാറുന്നു അല്ലേ? ഈ അറബിക്കഥയിൽ ഈ എന്താണ് നമ്മുടെ ഭൂതം പ്രത്യക്ഷപ്പെട്ട് മണിമാളിക കെട്ടിക്കൊടുത്ത പോലെ ആഴ്ചകൾ കൊണ്ട് ആ വലിയ മണിമാളിക, വലിയ ബംഗ്ലാവ് ആ ഒരു ഗ്രാമീണ സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിർമ്മിക്കുന്ന കഥാപാത്രമായി കെ.യു. നായർ മാറുന്നു. അതെങ്ങനെയാണ്? അവിടുത്തെ മരങ്ങളും ഇലകളും സസ്യങ്ങളും എല്ലാം ഇടിച്ച് നിരത്തി അവിടെ കോൺക്രീറ്റ് പണിത് അവിടെ ടൈൽസുകളും ഗ്രാനൈറ്റ്സും മാർബിൾസും പിന്നെന്താണ് ഇൻ്റർലോക്കെല്ലാം വെച്ച് പ്രകൃതി അത്രമാത്രം ദോഹിക്കുന്ന ആഡംബരതയോട് ഇന്നത്തെ കാലത്തെ പണഭ്രമ താല്പര്യമുള്ള കഥാപാത്രമായി ആരും മാറുന്നു? നമ്മുടെ കെ.യു. നായർ മാറുന്നു. അയാൾ അയൽവാസികളുമായി അത്ര സൗഹൃദം പുലർത്തുന്നില്ല. അയൽവാസികളുമായി സൗഹൃദം പുലർത്താത്ത കഥാപാത്രമാണ് ആര്? നമ്മുടെ കെ.യു. നായർ. കഥാകൃത്തുമായി ഏതാനും സമയം സംസാരിച്ചിരിക്കുന്നു. മുറ്റം നിറയെ വിവിധ നിറങ്ങളിലെ ടൈൽസ് പാകി മോടി കൂട്ടിയ അയാൾ പിന്നീട് ആ ടൈൽസ് ഇളക്കി മാറ്റി മാർബിൾ പാകി ചന്തം വർദ്ധിപ്പിക്കുന്നു അല്ലേ? മുറ്റം നിറയെ ഇൻ്റർലോക്ക് വിരിക്കുകയാണ്, ടൈൽസ് വിരിക്കുകയാണ്, മാർബിൾസ് വിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നവരുടെ കാലിൽ ഒരിക്കലും ചെളി പറ്റരുത്. അത്രമാത്രം പ്രകൃതിയെ തന്നിൽ നിന്നും അകറ്റി നിർത്തുന്ന ഇന്നത്തെ കാലത്തിൻ്റെ പ്രതീകമായി ആര് മാറുന്നു? നമ്മുടെ കെ.യു. നായർ മാറുന്നു. വീട്ടിൽ വരുന്നവർക്കൊരിക്കലും മണ്ണിലോ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകരുതല്ലോ. വീട്ടിൽ വരുന്നവർക്ക് എന്താ മക്കളെ? ആ മണ്ണിൽ ചവിട്ടി കാലിൽ ചെളിയും ഒന്നും ആകരുത്, ആ ഒരു ആഗ്രഹമുണ്ട്. എന്താലേ കാലിൽ ചെളി പോലും പറ്റാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഇന്നത്തെ കാലത്തിൻ്റെ പ്രതീകമാണ് കെ.യു. നായർ. പ്രകൃതി ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലെ മരങ്ങളെയും ഇലകളെയും എല്ലാം പൊൻചെമ്പകം, ആ പൊൻചെമ്പക മരത്തെ പോലും വെട്ടിമാറ്റി പ്രകൃതി സൗന്ദര്യത്തെ പോലും ഇല്ലാതാക്കി തൻ്റെ പണത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കുന്ന സൗന്ദര്യത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കഥാപാത്രമായി കെ.യു. നായരും മാറുന്നു. ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളെ മുറിച്ചൊഴിവാക്കി അതും കൂടി കണ്ടപ്പോൾ കഥാകൃത്ത് സങ്കടപ്പെടുന്നു. ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ന് പകുതി പറഞ്ഞ് നിർത്തിയപ്പോൾ കെ.യു. നായർ തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു അല്ലേ? നമ്മുടെ എഴുത്തുകാരൻ കെ.യു. നായർ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പൊൻചമ്പകം ഉണ്ടായിരുന്നു, നല്ല സുന്ദരമായ മരങ്ങൾ. ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റി. ഇപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ചോദിക്കുകയാണ് അല്ലേ, ഈ മരങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് ബാക്കി പറഞ്ഞില്ല. അപ്പത്തിന് നമ്മുടെ കെ.യു. നായർ പറഞ്ഞു, ആ മരങ്ങൾ അവിടെ നിന്നാൽ കുഴപ്പമാണ്,
ഈ മരങ്ങൾ വല്ലാതെ വളർന്നു, ഒരു വെളിച്ചം കിട്ടുന്നില്ല, ഫുൾ ടൈം ഇരുട്ട്. പിന്നെന്താണ്, ഇലകൾ വീണ് ഇവിടെ ചീഞ്ഞളിയാണ്, കാറ്റും വെളിച്ചവും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വെട്ടി മാറ്റി എന്നാണ് കെ.യു. നായർ പറയുന്നത്. എന്താ മറുപടി അല്ലേ? കാറ്റും വെളിച്ചവും, ഫാനിൻ്റെ കാറ്റും ലൈറ്റിൻ്റെ വെളിച്ചവും കിട്ടാൻ വേണ്ടി മരങ്ങളെ വെട്ടി മാറ്റുന്നു. മരങ്ങളുടെ ആ സുന്ദരമായ കാറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി മരങ്ങളെയും ഇലകളെയും വെട്ടി മാറ്റുന്ന ആധുനിക ലോകത്തെ സ്വാർത്ഥതയുള്ള, കാപട്യമുള്ള, പ്രകൃതി വിരോധിയായ ഒരു കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ കെ.യു. നായർ മാറുന്നുണ്ട്. വേണ്ട, എനിക്ക് വല്ലപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടു പരത്തി, വേണ്ട വേണ്ട എന്നു പകുതി പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കുന്നു അല്ലേ? ഇന്ന് പകുതിക്ക് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കാറ്റും വെളിച്ചവും വേണം, ഈ മരങ്ങൾ ഉണ്ടായാൽ എനിക്കതൊന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ ഉണ്ടായാൽ എനിക്ക് കാറ്റും വെളിച്ചം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മരത്തെ വെട്ടി മാറ്റിയതെന്നാണ് ആര് പറയണേ? കെ.യു. നായർ പറയണേ. അപ്പോൾ പ്രകൃതിയിൽ നിന്നും ഒരുപാട് അകന്ന് ആഡംബരതയിൽ മതിപ്രന്ന് ജീവിക്കുന്ന, അവസാന മക്കളാൽ ഒറ്റപ്പെട്ട കഥാപാത്രമായി ആര് മാറുന്നുണ്ട്? കെ.യു. നായർ മാറുന്നുണ്ട്. അല്ലടാ, ഈ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ആദ്യം കെ.യു. നായരെ കാണുമ്പോൾ നല്ല സന്തോഷമായിരുന്നു, പണക്കാരനായി നല്ല ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ കഥയിൽ അദ്ദേഹം എന്തായി? ക്ഷീണിച്ച് ഒരു കഥാപാത്രമായി മാറുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ മക്കള് അമേരിക്കയിൽ വിദേശത്ത് പഠിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ചെറുപ്പകാലം മുതലേ ഗൾഫിലൊക്കെ പോയി പണം സമ്പാദിച്ചു, ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ്സുമുണ്ട്. പക്ഷേ മക്കളെ ഉപദേശിച്ച് വളർത്താൻ, തൻ്റെ ഇല്ലായ്മ അറിഞ്ഞു വളർത്താൻ ആര് ശ്രമിച്ചില്ല? കെ.യു. നായർ ശ്രമിച്ചില്ല. അവസാനം മക്കളും മക്കളുടെ ഭാര്യയും മക്കളോടൊപ്പം ഒക്കെ പേരക്കുട്ടികളൊപ്പം താമസിക്കാൻ വേണ്ടി ഈ ബംഗ്ലാവ് പണിതു നാട്ടിൽ. പക്ഷെ മക്കൾ പറയണം, അച്ഛാ നമുക്ക് സമയമില്ല, അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി, ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിദേശത്ത് തന്നെ താമസിക്കാമെന്ന് മക്കളും പറഞ്ഞു. അത് കേട്ടപ്പോൾ മക്കളാൽ ഒറ്റപ്പെട്ട ഒരു അച്ഛൻ്റെ വിഷമവും ഒറ്റപ്പെട്ട ദുഃഖവും എല്ലാം കാണുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? കഥയിലെ നമ്മുടെ കെ.യു. നായർ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മണ്ണും മനുഷ്യനും എന്ന കഥയിലെ നിങ്ങൾ SLC പരീക്ഷയിലെ പ്രധാനമായും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കഥാപാത്ര നിരൂപണത്തിൽ പ്രധാനമായും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 കഥാപാത്രങ്ങളാണ് കെ.യു. നായരും എഴുത്തുകാരനും. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ പഠിച്ചു പോവുക, സെറ്റായിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.